എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, പോകണ്ടെന്നറിയില്ല. അതുകൊണ്ട് ഖബറ് പറയുകയാ, 5 കാര്യവുമായിട്ട് ആരെങ്കിലും എന്റെ വീട്ടിൽ വന്നാൽ എന്റെ വീട് സ്വർഗമാകും, അല്ലാത്തവന് നരക തീ കുണ്ടാരമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പരിശ്രമിച്ചൂടെ? പറ്റണ കാര്യവാ, തലകുത്തിക്കൊന്നും വേണ്ട, തലകുത്തി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ കാര്യങ്ങളാണ് ഈ 5 കാര്യം. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബർ നമ്മളോട് പറഞ്ഞു തരുന്ന 1ാമത്തെ കാര്യമേതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന് പറയുന്നു, ഖബർ നമ്മളോട് പറഞ്ഞു തരുന്നു, പൊന്നുമോനെ, എന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് 5 കാര്യവുമായിട്ട് നീ കടന്നു വരാബ്. 1ാമതായിട്ട് ഖബർ നമ്മളോട് പറയുന്നു, അന ബൈത്തുൽ മാ. ഖബർ നമ്മളോട് പറഞ്ഞു തരുന്നു, പൊന്നുമോനെ, എന്റെ വീടിനകത്തൊരു മിന്നാമിനിങ്ങയുടെ വെളിച്ചം പോലുമില്ല. നിനക്കാണെങ്കിൽ ഇരുട്ടത്തിരുന്ന് ശീലമില്ലല്ലോ. ഖബർ നമ്മളോട് പറയുകയാണ്, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് എന്റെ പ്രിയമുള്ളവരെ മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെച്ചിട്ട് പിന്നെ പലകകൾ എടുത്ത് നിരത്തുകയാണ്. കാലിന്റെ ഭാഗത്ത് നിന്നിങ്ങനെ മറച്ചു അവസാനം ആ മുഖത്തിന്റെ ഭാഗം അല്ലാഹുവേ ഒരൽപ്പം പ്രകാശമാണ്. അതുപോലും നമ്മൾ അടച്ചു കഴിയുമ്പോ പിന്നെ എവിടെയെങ്ങാണ് ഒരു പഴുതു വന്നാൽ അതുപോലും നമ്മൾ തുണിയെടുത്തിട്ട് അടച്ചു വെക്കുന്നവരാ, ഇല പറിച്ചിട്ട് മറയ്ക്കുന്നവരാണ്. അതുകൊണ്ട് ഖബർ നമ്മളോട് പറയുന്നു, മനുഷ്യ, എന്റെ വീടിനകത്തൊരു മിന്നാമിനിങ്ങയുടെ വെളിച്ചം പോലുമില്ല. അതുകൊണ്ട് നീ ഖബറിലേക്ക് വരുമ്പോ കത്തിച്ചു വെക്കാനുള്ള ഒരു വിളക്കും കൊണ്ട് നീ ഖബറിലേക്ക് പോകാവൂ എന്ന് ഖബർ പറയുന്നതായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. 3 കഷ്ടം വെള്ള തുണികൾ പൊതിഞ്ഞിട്ട് നിന്നെ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ അതിനകത്തൊരു വെളിച്ചമുണ്ടാകണം, എന്റെ പ്രിയമുള്ളവരെ. നട്ടുച്ച സമയത്ത് റബ്ബേ സൂര്യനുദിച്ചു നിൽക്കുന്നത് പോലെ നമ്മുടെ ഖബറിനകത്ത് പ്രകാശം വേണ്ടേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, 6 അടി മണ്ണിനകത്ത് പ്രകാശം കിട്ടാൻ എന്തേ ചെയ്യേണ്ടത്? 6 അടി മണ്ണിനകത്ത് പ്രകാശം കിട്ടാൻ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഖബറിനകത്ത് വെളിച്ചം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചാൽ നിന്റെ ഖബർ പ്രകാശമുള്ളതാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം, പകലല്ല. സുബഹി മുതൽ ഇശാ വരെ നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ട് പറ്റും. എന്റെ പ്രിയമുള്ളവരെ, ആരെ കൊണ്ട് വേണമെങ്കിലും പകല് നിസ്കരിക്കാൻ കഴിയും. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ അള്ള ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. ഉസ്താദേ, വന്നു കിടക്കുന്നത് 1 മണിക്കാണ്, പടച്ചവനെ, രാവിലെ എഴുന്നേക്കണം, നിങ്ങൾ എങ്ങനെ നിസ്കരിക്കുമെന്ന് ചോദിക്കുന്നവര്, എന്റെ പ്രിയമുള്ളവരെ, നിന്നെ കൊണ്ട് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റെങ്കിലും നിനക്ക് മുമ്പേ വന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുമോ? തഹജ്ജുദ് നിസ്കരിച്ച അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, 11 സമയങ്ങളിൽ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുന്ന 11 സമയങ്ങളുണ്ട്. കച്ചവടമില്ല, നഷ്ടത്തിലാണ്, മക്കളില്ല, ജോലിയില്ല, വീടില്ല, വല്ലാത്ത പ്രയാസങ്ങൾ പറയുന്നവരാണ് ഈ സദസ്സിലിരിക്കുന്നവർക്കെല്ലാവർക്കും. ഞാൻ ഉൾപ്പെടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എല്ലാവരും മനസ്സമാധാനമില്ലാതെ നെട്ടോട്ടമോടുമ്പോ നിന്റെ ജീവിതത്തിൽ
ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു കേൾക്കുന്ന 11 സമയങ്ങളിൽ ഒരു സമയം എപ്പോഴെന്നറിയുമോ? അള്ളാന്റെ റസൂൽ പറയുന്നു, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എഴുന്നേറ്റിരുന്നു പറഞ്ഞുറപ്പുകാരാ, എന്റെ പ്രിയമുള്ളവര്, പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബിന്റെ മുന്നിൽ നിസ്കാരപ്പായിലൊന്ന് കൈ ഉയർത്തികെട്ടൊന്ന് കരയാൻ കഴിയുമോ? റബ്ബിനോടൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാൻ കഴിയുമോ? ആ സമയത്ത് അല്ലാഹു എന്ത് ചോദിച്ചാലും തരുന്ന സമയമാണ്. തൗബ ചെയ്താ സ്വീകരിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ ഞാനും നിങ്ങളും. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. എന്റെ പ്രിയമുള്ളവരെ, റജബ് മാസം കടന്നു വന്നു. അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശുഹ്റ റമളാൻ. അല്ലാഹുവേ, റമളാൻ വരുന്നതിന് 2 മാസം മുമ്പ് റബ്ബേ എന്റെ മനസ്സും ശരീരവും ശുദ്ധമാക്കണേ എന്ന്, എന്നെ നന്നാക്കണേ എന്ന് ദുആ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു നിങ്ങൾക്കൊരവസരം തരികയാണ്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് പിരിയുന്നവൻ നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ലാത്ത കാലത്തുകൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഒരവസരം തരികയാണ്. അല്ലാഹു ഒരവസരം തരികയാ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് നന്നാവാൻ ഒരവസരം തരികയാണ്. ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് കരയാൻ കഴിയുമോ? ഇന്ന് രാത്രി ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി റബ്ബേ, ഇന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ചവന്റെ മുന്നിലൊന്ന് കൈയുയർത്തിയിട്ട് കരയാൻ കഴിയുമോ? എത്ര പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ. എത്രയോ കുടുംബാവികള് ചിലപ്പോ നിങ്ങളെ ചോദിക്കും, ഉസ്താദ് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ പലിശ തിന്നിട്ടുണ്ട്, അല്ലാഹുവിനോട് ഞാൻ ചോദിച്ചാ റബ്ബെനിക്ക് പുറത്തു തരുമോ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, എത്രയോ പാപികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തു പൊന്നുമോനെ. എത്രയെത്രയോ കൊടുംപാപികൾ, ലോകത്ത് ഒരു മനുഷ്യനും ചെയ്യാത്ത തെറ്റ് ചെയ്ത മനുഷ്യന് പോലും അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാ. ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു, ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹു ഒരു ചെറുമഹാനായ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ നീ എന്തിനാ കരയുന്നത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആരും എന്നെ വേദനിപ്പിച്ചില്ല നബിയേ, ആരും എന്നെ ഉപദ്രവിച്ചില്ല നബിയേ, പിന്നെ എന്തിനാണ് നീ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു ചെറുപ്പക്കാരന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു നബിയേ, ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയേ, അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. ശൈത്താൻ പോലും ഉമറിനെ പേടിച്ചാ കഴിയുന്നത്. ആ ഉമർ ഒരു ചെറുപ്പക്കാരന്റെ കരച്ചൽ കണ്ടിട്ട് കരയുകയോ? അവൻ ആരാണെന്നറിയണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പ്രവാചകൻ ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, കരയാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ, എന്തിനാ മോനെ കരയുന്നത്? എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിലാരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് പള്ളികൾ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞ് 6 അടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ചിട്ട് മിൻഹാ
خلقناكم وفيها نعيدها نخرجكم تارة أخرى. 3 പിടി മണ്ണ് വാരി കബറിന് പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാണ് നബിയേ. ഏത് മനുഷ്യനെ കബറടക്കിയാലും ഏറ്റവും അവസാനം കബറിന്റെ ചാരം സ്നേഹം കൊണ്ടല്ല നബിയേ, ആ മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ആ മയ്യത്തിന്റെ ആ കബറിന്റെ മുകളിൽ അടയാളം വെക്കുകയാണ്. കബറ് തിരിച്ചറിയാൻ ഒരടയാളം വെക്കും. എന്നിട്ട് വീട്ടിലേക്ക് പോകും. രാത്രി ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്ത് കൊണ്ടുവന്ന് ഈ അടയാളം വെച്ച കബറങ്ങ് മാറ്റുകയാ, മണ്ണുകൾ വെട്ടിമാറ്റുകയാ, പലകുകൾ എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് ആ കബറിനകത്തിറങ്ങി ആ മയ്യത്തിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, അത് ഞാൻ മോട്ടിക്കും നബിയേ, അത് ഞാൻ അടിച്ചെടുക്കും നബിയേ. മയ്യത്തിന്റെ കഫൻ തുണി മോട്ടിക്കുന്ന കള്ളനാട്. ആ കഫൻ തുണികൾ അടിച്ചെടുക്കും. എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കി പട്ടണത്തിൽ കൊണ്ടുവിൽക്കുന്ന ജോലിയാ നബിയേ. എന്റെ നാട്ടിലെ വ്യക്തികൾ മുഴുവനും നഗ്നരാ നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ചെറുപ്പക്കാരാ, അള്ളാഹു നിനക്ക് പുറത്തു തരും പൊന്നുമോനെ, നീ കരയണ്ട, പടച്ചവൻ നിനക്ക് പുറത്തു തരും. പക്ഷേ കരച്ചല് തീരുന്നില്ല. തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് പിന്നെയും മുഖം പൊത്തിപ്പിടിച്ചിട്ട് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് ചോദിച്ചു, നീ ഇനി എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാ, എന്നെപ്പോലെ ഒരു പാപി ലോകത്തില്ല നബിയേ, എന്നെപ്പോലെ പാപം ചെയ്ത ഒരു മനുഷ്യനില്ല, എനിക്ക് അല്ലാഹു പുറത്തു തരില്ല, ആ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ എന്ത് തെറ്റാ ചെയ്തത്? ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, 7 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടിൽ കാണാനഴകുള്ള ഒരു ചെറുപ്പക്കാരിയായ ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു നബിയേ. അവളുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കുകയാണ്. കാണാനഴകുള്ള സുന്ദരിയായ പെണ്ണ്. ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കി അടയാളം വെച്ച് പിരിഞ്ഞു. പാതിരാത്രി പോയിട്ട് മണ്ണ് മാന്തുകയാണ്. പടച്ചവരെ, കബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വെട്ടിമാറ്റി ആ കബറിനകത്തിറങ്ങിയിട്ട് സുന്ദരിയായ പെണ്ണിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണികൾ അടിച്ചെടുത്തു. കബറിന്റെ മുകളിൽ കയറി മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ, യാ റസൂലല്ലാഹ്, ഒരു തുണ്ട് വസ്ത്രം പോലുമില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എനിക്ക് ഓർമ്മ വന്നു നബിയേ, എനിക്ക് വികാരം തോന്നി നബിയേ. ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എനിക്ക് ഓർമ്മ വന്നു. രണ്ടാമതും ഖബറിന്റെ ചാരത്തെ ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് മണ്ണുകൾ വെട്ടിമാറ്റി പലകളെടുത്തെടുത്ത് എന്നിട്ട് ഖബറിനകത്തേക്ക് ഇറങ്ങിയിട്ട്, മഅദല്ലാഹ് യാ റസൂലല്ലാഹ്, ആ ഖബറിനകത്ത് കിടക്കുന്ന മരിച്ച പെണ്ണിന്റെ മയ്യത്തില് ഞാൻ ആ ഖബറിനകത്തിട്ട് വ്യഭിചരിച്ചു നബിയേ. ഉമറുൽ ഖത്താബ് തങ്ങള് ബോധം കെട്ടി വീഴുകയാ. അള്ളാന്റെ റസൂലിന്റെ ശരീരം തളർന്നു പോവുകയാണ്. കൈകാലുകൾ വിറയ്ക്കുകയാണ്. പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞിട്ട് താടിരോപത്തിലൂടെ കണ്ണുനീരൊലിക്കുകയാണ്. അള്ളാന്റെ റസൂലിനോട് ഖബറിനകത്ത് കിടന്ന് മരിച്ച പെണ്ണിന്റെ മയ്യത്തിനെ വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് ഫഹല്ലീ മിനത്ത് തൗബാ, എനിക്ക് അല്ലാഹു പുറത്തു തരുവോ നബിയേ, എനിക്ക് അല്ലാഹു പുറത്തു തരുവോ നബിയേ. പാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രവാസികളോട്, ഇതുപോലെ ഒരു തെറ്റ് നീ ചെയ്തിട്ടുണ്ടോ? മരിച്ച് കബറടക്കിയ മയ്യത്തിനെ വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഫഹല്ലീ മിനത്ത് തൗബാ. അള്ളാന്റെ റസൂല് പറയുന്നു, കരയടാ ചെറുപ്പക്കാരാ. പാതിരാത്രി എഴുന്നേറ്റ് റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരമോനെ, അള്ളാഹു നിന്റെ പാപം
പുറത്തു തരുമെന്ന് പ്രവാചകന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ചോദിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടോ? എത്ര വലിയ പാപം ചെയ്തവനാകട്ടെ, അള്ളയല്ലേ പറഞ്ഞത്, എന്റെ ദാസൻ നബിയെ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാം നബിയെ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാമെന്ന് അല്ലാഹു പറയുമ്പോ ഇനിയെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാകണ്ടേ? എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ്, ഒരു തലവേദന പോലും ഇല്ലാത്തവന് പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്ന കാലത്തുകൂടെയാ നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് ഖബർ നമ്മളോട് പറയുകയാ, പൊന്നുമോനെ, എന്റെ വീട് വല്ലാത്ത ഇരുളുള്ളതാ, എന്റെ വീടിനകത്ത് അല്പം വെളിച്ചം പോലും ഇതിലേക്ക് വരുമ്പോ കത്തിച്ചു വെക്കാനുള്ള വിളക്കുമായിട്ട് നീ കടന്നു പോകാവൂ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഖബറിൽ വിളക്കുമായിട്ട് പോകാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വിളക്കും കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 6 അടി മണ്ണിനകത്ത് കത്തിച്ചു വെക്കാനുള്ള വിളക്ക് അത് തഹജ്ജുദ് നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ.